ഒരാത്മാവിൻ്റെ മൊഴിയിലൂടെ ഒരു കൊലപാതക കേസ് തെളിയിച്ച ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് തന്നെ കൊന്നത് ആരാണെന്ന് തൻ്റെ അമ്മയുടെ സ്വപ്നത്തിലൂടെ വന്ന് ഒരാത്മാവ് മൊഴി നൽകുകയാണ്. ആ മൊഴിയുടെ പശ്ചാത്തലത്തിൽ ആ കേസ് കോടതി വിധി എഴുതുകയാണ്. 1896 എൽവ ഹേസ്റ്റർ എന്ന് പറയുന്ന സ്ത്രീ വെസ്റ്റ് വിർജീനിയയിൽ ഒരു നല്ല ജോലി തേടിയെത്തുന്നത്. അവിടെ വെച്ചാണ് അവർ എഡ്വേർഡ് എന്ന് പറയുന്ന യുവാവിനെ കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. എന്നാൽ എൽവയുടെ മാതാവായ മേരി അവരുടെ ഈ ബന്ധത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് എൽവ അവളുടെ വീട്ടുകാരെ എല്ലാവരെയും ഉപേക്ഷിച്ച് എഡ്വേർഡിനെ കല്യാണം കഴിച്ച് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഒരുപാട് കാലം അവർ ഒരുമിച്ചുള്ള ജീവിതത്തിന് ആയുസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ 1897 ജനുവരി 23 ജോലി ശേഷം മടങ്ങുന്നതിന് മുമ്പ് തൻ്റെ വീട്ടിലേക്ക് വാങ്ങേണ്ട ആവശ്യ സാധനങ്ങളുടെ ലിസ്റ്റ് എൽവയുടെ കയ്യിൽ നിന്നും വാങ്ങുവാനായി തൻ്റെ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയെ എഡ്വേർഡ് തൻ്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. അവിടേക്ക് എത്തിച്ചേർന്ന കുട്ടിക്ക് കാണാനായത് വാതിൽപ്പടിയോട് അടുത്തായിട്ട് മരിച്ചു കിടക്കുന്ന എൽവയാണ്.